യൂണിഫോം ഇട്ടവരും യൂണിഫോം ഇടാത്തവരുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള We have not created the situation. We have not created the situation. When our office bearers' room was surrounded by other party people, we didn't see any police officer trying to remove them. Seeing that in the TV only, we came here. അടിമുടി കള്ളം ചെയ്യുക, തൊണ്ടി മുതൽ ഒളിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പണപ്പെട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ 2 വർഷമാണ്. ഒന്ന്, ഞാൻ പാലക്കാട്ടില്ല, കോഴിക്കോടാണുള്ളത്. 2, എൻ്റെ ഈ പണപ്പെട്ടിയിൽ ഈ 2 പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പണപ്പെട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരായിരുന്നു. പെട്ടിയല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നത്, നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. നീല ബാഗും കറുത്ത ബാഗും ഉൾപ്പെടെയുള്ള ബാഗ് കുഴൽപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം. ആ വലിയ വിവാദങ്ങളുടെയൊക്കെ വിളവെടുപ്പ് എന്താകുമെന്നാണ് നാളെ അറിയാനുള്ളത്. ജി പ്രസാദ് കുമാർ പാലക്കാടുണ്ട്. തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പ് ഫോളോ ചെയ്യുകയാണ്. ഡോക്ടർ ജി പ്രസാദ് കുമാർ, നാളെ ഒന്നാമത്തെ വോട്ട് എണ്ണി തുടങ്ങുന്നത് മുതൽ ആകാംക്ഷ ഏറുകയാണ്. അവസാനത്തെ കൂട്ടലും കിഴിക്കലും ഒക്കെ ആയി കാണും. എന്താണ് പാലക്കാട്ടെ ഒരു വർത്തമാനം? അഭിലാഷേ, വളരെ നെഞ്ചിടിപ്പോടു കൂടിയാണ് മുന്നണികൾ സ്ഥാനാർത്ഥികൾ നാളെ രാവിലെ 8 മണിയോടെ പെട്ടി തുറക്കുന്നത് കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ കുതികികളും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമുക്ക് പറയാം. അതുകൊണ്ടാണ് തുടക്കം മുതൽ 1 മാസത്തിലേറെ കാലമായി വിവാദങ്ങൾ നിറഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ ഇപ്പോൾ നേരത്തെ പ്രദർശിപ്പിച്ച അതേ ദൃശ്യങ്ങൾ, വാക്കുകളെല്ലാം തന്നെ വിവാദങ്ങളായിരുന്നു. നമ്മൾ നാളെ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഒരു റൗണ്ടിൽ ഇപ്പോൾ ഇത്തവണ നാളെ വോട്ടെണ്ണാൻ പോകുന്ന 8 മണിക്ക് ശേഷം ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. അതിനുശേഷം AVM മെഷീൻ എണ്ണി തുടങ്ങുന്നത്. ആദ്യം 14 ബൂത്തുകൾ, ഒരു റൗണ്ടിൽ 14 ബൂത്തുകൾ വെച്ചാണ് എണ്ണുക. മൊത്തം 184 ബൂത്തുകളാണ് പാലക്കാട് നഗരസഭയിലുള്ളത്. ആദ്യം പാലക്കാട് നഗരസഭയാണ് എണ്ണി തുടങ്ങുക. പിന്നീടാണ് പിരായിരി, മാത്തൂര്, കണ്ണാടി അങ്ങനെ പോകുന്നത്. അപ്പോൾ ആദ്യം എണ്ണുന്ന 14 ബൂത്തുകളിൽ പാലക്കാട് നഗരസഭയിലെ കൽപ്പാത്തി, കുമരപുരം മേഖലയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് അനുസരിച്ച് BJP അവിടെ 2607 വോട്ടിൻ്റെ ലീഡ് നേടി. പിന്നെ എണ്ണാൻ പോകുന്നത് കല്ലാപ്പുള്ളി, പുത്തൂർ ഭാഗത്താണ്. അവിടെ 911 വോട്ടോടെ ലീഡ് നേടുന്നു. 3-ാം റൗണ്ട് ആകുമ്പോൾ പറക്കുന്നം, ശ്രീരാംപാളയം ടൗൺ എന്ന് പറയുമ്പോൾ 758 വോട്ടിൻ്റെ ലീഡ് BJP നേടുന്നു. 4-ാം റൗണ്ട് വീണ്ടും BJP 2170 വോട്ടിന് നേടുന്നു. അങ്ങനെ 7 റൗണ്ട് വരെ BJP കുതിക്കുക തന്നെ ചെയ്യും. ഏതാണ്ട് ആ ലീഡ് 9733 വരെയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. പക്ഷേ 8-ാം റൗണ്ട് പാലക്കാട് നഗരസഭയുടെ അവസാനത്തെ ഭാഗം എത്തുമ്പോൾ UDF ചെറുതായിട്ടുള്ള ലീഡ് പിടിക്കും. അന്ന് കഴിഞ്ഞ 2021 178 വോട്ടിൻ്റെ ലീഡാണ് ഈ 8-ാം റൗണ്ടിൽ UDF നേടിയത്. അങ്ങനെ ഈ ശ്രീധരൻ്റെ ലീഡ് 9555 കുറഞ്ഞു. പക്ഷേ പിന്നീട് പിരായിരി പഞ്ചായത്തിലേക്ക് കടക്കണം. അവിടെ വെച്ച് അതാണ് അതിന്റെ കഥ. പിരായിരിയിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനം. പാലക്കാട് നഗരസഭയിൽ ആദ്യം 10,000-ത്തിൽ തൊട്ടില്ല എന്ന മട്ടിലൊക്കെ BJP എത്തിയാലും അപ്പോഴേ വിജയിച്ചു എന്ന് ആഹ്ലാദിക്കരുത്. അതിനുശേഷമാണ് ബാക്കി കഥയിരിക്കുന്നത്. അതിനുശേഷമാണ് ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ പോവുക.